പാൻസ്ലാവ് പ്രസ്ഥാനം അല്ലെങ്കിൽ അഖില സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ച രാജ്യം? എ ഫ്രാൻസ്, ബി ജർമ്മനി, സി റഷ്യ. ആൻസർ സി റഷ്യ. മൊറോക്കൻ പ്രതിസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്? എ ഫ്രാൻസ് ജർമ്മനി, ബി മൊറോക്ക ഫ്രാൻസ്, സി ബ്രിട്ടൻ ഫ്രാൻസ്. ആൻസർ എ ഫ്രാൻസ് ജർമ്മനി. പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യമാണ്? എ ജർമ്മനി, ബി ഫ്രാൻസ്, സി ബ്രിട്ടൻ. ആൻസർ ബി ഫ്രാൻസ്. തന്നിരിക്കുന്നവയിൽ 1912 ബാൾക്കൻ പ്രതിസന്ധിയുമായി ബന്ധമില്ലാത്ത രാജ്യം ഏതാണ്? എ സെർബിയ, ബി മോണ്ടിനെഗ്രോ, സി ഇറ്റലി. ആൻസർ സി ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നാണ്? എ 1911, ബി 1913, സി 1914. ആൻസർ സി 1914. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് രൂപം കൊണ്ട ത്രികക്ഷി സഖ്യത്തിൽ അഥവാ ട്രിപ്പിൾ അലയൻസിൽ ഉൾപ്പെടുന്ന രാജ്യമേത്? എ ജർമ്മനി, ബി ആസ്ട്രിയ ഹംഗറി, സി ഇറ്റലി. ആൻസർ ഇവ മൂന്നും ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് രൂപം കൊണ്ട ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? എ ജർമ്മനി, ബി റഷ്യ, സി ഇംഗ്ലണ്ട്. ആൻസർ എ ജർമ്മനി. ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി യുദ്ധ ടാങ്കുകൾ ഉപയോഗിച്ച രാജ്യം ഏതാണ്? എ ജർമ്മനി, ബി റഷ്യ, സി ഇംഗ്ലണ്ട്. ആൻസർ സി ഇംഗ്ലണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ പ്രസിദ്ധമായ യു ബോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന മുങ്ങിക്കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റേതാണ്? എ ജർമ്മനി, ബി റഷ്യ, സി ഇംഗ്ലണ്ട്. ആൻസർ എ ജർമ്മനി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ത്രികക്ഷി സഖ്യത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നിവരടങ്ങുന്ന ത്രികക്ഷി സഖ്യത്തിൽ ചേരുന്നതിന് കാരണമായ സംഭവം ഏതായിരുന്നു? എ ബെൽജിയം സംഭവം, ബി എംഡൻ സംഭവം, സി ലൂസിറ്റാനിയ സംഭവം. ആൻസർ ഓപ്ഷൻ സി ലൂസിറ്റാനിയ സംഭവം. ബ്രിസ്റ്റ് ലിതോവിസ്ക് സന്ധി പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? എ ജർമ്മനി, ബി റഷ്യ, സി ഇംഗ്ലണ്ട്. ആൻസർ ബി റഷ്യ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? എ മൺറോ, ബി വുഡ്രോ വിൽസൺ, സി തിയോഡർ റൂസ്വെൽറ്റ്. ആൻസർ ബി വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ജർമ്മനി ഒപ്പിട്ട ഉടമ്പടിയാണ്? എ വേഴ്സായി ഉടമ്പടി, ബി പാരീസ് ഉടമ്പടി, സി സെന്റ് ജർമ്മൻ ഉടമ്പടി. ആൻസർ എ വേഴ്സായി ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം 1920 സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നതിൻ്റെ സുപ്രധാന പങ്ക് വഹിച്ച നേതാവ്? എ വിൻസ്റ്റൺ ചർച്ചിൽ, ബി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, സി വുഡ്രോ വിൽസൺ. ആൻസർ സി വുഡ്രോ വിൽസൺ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? എ വിയന്ന, ബി ജനീവ, സി ഹേഗ്. ആൻസർ ബി ജനീവ.
താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം ഏതാണ്? എ അമേരിക്ക, ബി ഫ്രാൻസ്, സി ബ്രിട്ടൻ. ആൻസർ എ അമേരിക്ക. കറുത്ത വ്യാഴാഴ്ച സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ അമേരിക്കൻ വിപ്ലവം, ബി അമേരിക്കൻ ഓഹരി വിപണി, സി റഷ്യൻ വിപ്ലവം. ആൻസർ ബി അമേരിക്കൻ ഓഹരി വിപണി.